ഹായ് ഗൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ കോളിഫ്ലവർ ചില്ലിയും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ എപ്പോഴും ഓയിൽ തന്നെ വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് വെളുത്തുള്ളി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ സവാള ആട്ടാ ചേർക്കേണ്ടത്. ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ സവാള വിട്ടുപോയിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞത് അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബീൻസ് ചേർത്ത് കൊടുക്കുക. അതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എഗ് ഫ്രൈഡ് റൈസും ഇതുപോലെ ആട്ടാ തയ്യാറാക്കുക. അതിന് വെജിറ്റബിൾസ് ഇടുന്നതിന് മുമ്പ് തന്നെ എഗ് ഒന്ന് ചിക്കിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം വെജിറ്റബിൾ ആഡ് ചെയ്തിട്ട് ഇതാക്കിയാൽ എഗ് ഫ്രൈഡ് റൈസ് ആയിട്ടാണ്. അപ്പോൾ എല്ലാം നല്ലപോലെ മിക്സായി വന്നതിന് ശേഷം സോയാ സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, അപ്പോൾ നിങ്ങൾ സ്പ്രിംഗ് ഓണിയനും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായി സെറ്റായി വന്നതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പകുതി റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി പകുതി റൈസ് ആഡ് ചെയ്യുക കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ റൈസ് ഇളക്കുമ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാണ്ട് നോക്കണം കേട്ടോ. പിന്നെ റൈസിൽ നമ്മൾ കുരുമുളക് പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസിന് എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചില്ലി ചിക്കനാണ്. ഞാൻ ഇവിടെ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് കോളിഫ്ലവർ ചില്ലി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കോളിഫ്ലവർ എപ്പോഴും എടുക്കുമ്പോൾ നല്ലപോലെ കഴുകണം കേട്ടോ. ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും ചേർത്തിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് കഴുകി വെച്ചിരിക്കണം. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് മൈദ അതുപോലെ കോൺഫ്ലവർ പൊടി കുരുമുളക് പൊടി, ഞാനിവിടെ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ടയുടെ വെള്ളം കേട്ടോ, പിന്നെ കുറച്ച് വെള്ളം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിനുശേഷം നമുക്ക് ഈ കോളിഫ്ലവർ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ജസ്റ്റ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ കോളിഫ്ലവറൊക്കെ അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഡീപ്പായിട്ട് ഫ്രൈ ആക്കി എടുക്കണ്ട, ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 2-3 വട്ടമായിട്ട് എല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സവാള അതുപോലെ തന്നെ ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം പോലെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടൊമാറ്റോ സോസ് അതുപോലെ തന്നെ സോയാ സോസ് പിന്നെ കുറച്ച് വെള്ളം അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഈ ക്യാപ്സിക്കം സവോളയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കോളിഫ്ലവർ ഇങ്ങനെ കായം പറ്റിയില്ലേ, ഇതുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ പക്ഷെ അത് ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ കുറച്ച് കോൺഫ്ലവർ പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തേണ് കേട്ടോ. അപ്പോൾ അതും അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ആക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി, കാരണം ഓൾറെഡി ഇത് ഫ്രൈ ആക്കിയതല്ല നമ്മൾ. അപ്പോൾ ഇവിടെ കോളിഫ്ലവറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.